നടന്നു വരുന്നില്ലേ എന്ന് നാം ന്യായമായും സംശയിക്കുകയാണ്. ഇന്ന് വളരെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് യൂണിഫോം സിവിൽ കോഡ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കുക, ടൈറ്റിൽ കണ്ട് ലോ, നിയമം, കാനൻ ലോ എന്ന് പറഞ്ഞാൽ കാനോൻ നിയമം, സഭാ നിയമം. 3 യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ സഭയെ, നമ്മുടെ ക്രിസ്തു മതത്തെ, നമ്മുടെ ക്രിസ്തീയ വിശ്വാസികളെ എപ്രകാരം ബാധിക്കുന്നു? നമുക്കുള്ള ആശങ്കകൾ വല്ലതും ഉണ്ടോ? നമ്മുടെ സഭയെ ഇത് ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക്, ആ ടെക്സ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ആമുഖമായിട്ട് ചില ഉദാഹരണങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞു. ഈ രണ്ടാമത് പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി അറിയാലോ. ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നത്, ഉമ്മൻചാണ്ടിക്ക് ഒരു അവാർഡ് കിട്ടി. ഏതാണെന്ന് ആർക്കില്ലെന്ന് പറയാൻ പറ്റുമോ? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വളരെ ലോകപ്രസിദ്ധമായൊരു അവാർഡ് കിട്ടി. എന്തായിരുന്നു അത്? ഞാൻ കേട്ടില്ല. ശരി ഉത്തരം പറയുന്നേ. കറക്റ്റ്. എന്തിനുള്ള അവാർഡാണ്? എന്തിനുള്ള അവാർഡായിരുന്നത്? ഒരു അവാർഡ് അല്ലേ? അത് പറ്റൊന്നുമില്ല. ആ അവാർഡിൻ്റെ പേര് ഇതാണ്. അതായത് ഗിന്നസ് റെക്കോർഡ് പബ്ലിക് സർവീസ് അവാർഡ്. ഗിന്നസ് റെക്കോർഡ് പബ്ലിക് സർവീസ് അവാർഡ്. അതെന്താ സംഭവം? ഉമ്മൻചാണ്ടി നയിച്ച ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നല്ലോ. ആ ജനസമ്പർക്ക പരിപാടി വിജയകരമായിട്ട് കേരളത്തിലെ 14 ജില്ലകളിലും നടത്തി. അദ്ദേഹം പിന്നെ ജനങ്ങളുടെ ആവലാതികളും പരാതികളും പരിദേവനങ്ങളും ആഗ്രഹങ്ങളും ആശങ്കകളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അടുത്തറിയാൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം 14 ജില്ലകളിലുള്ളതിൻ്റെ പര്യടനം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കേരളത്തിലെ ഒരു ജനപ്രതിനിധി, പാർലമെൻറ്റിൽ ഒരു അംഗം, ഒരു മലയാളി അദ്ദേഹത്തെ നേരിൽ കണ്ട് ഒരു ചോദ്യം ചോദിച്ചു. സർ, അങ്ങ് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ, കേരളത്തിൻ്റെ മനസ്സിനെ, കേരളത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞു. സാധാരണക്കാരുടെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങൊന്ന് തിരിച്ചറിഞ്ഞു. വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് ഇൻ ഫാക്ട് ആ ഏറ്റവും അധികം നീറുന്ന വലിയൊരു പ്രശ്നം കേരള സമൂഹത്തിൻ്റേത് എന്താണ് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? പറയാമോ? കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയമായിട്ട് ജനത്തിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? അപ്പോൾ ഉമ്മൻചാണ്ടി മറുപടി പറഞ്ഞു, ഞാൻ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് സാധാരണ ജനങ്ങളിലെ പ്രതിസന്ധികളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് അറിയാനിട വന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന പ്രശ്നമാണ് ഡാഷ്. ആരെങ്കിലും പറഞ്ഞാൽ സമ്മാനം, പെട്ടെന്ന് പറഞ്ഞാൽ സമ്മാനം. ഏതോ എല്ലാവർക്കും ചുരുങ്ങിയ ചെലവിൽ മദ്യം വാങ്ങിച്ചു കൊടുക്കണമെന്നോ? മദ്യപാനം. ഉത്തരം തെറ്റി. അപ്പോൾ സിസ്റ്ററിന് സമ്മാനം ഇല്ല. അദ്ദേഹത്തിനും പറഞ്ഞ ഉത്തരവിതായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ. കേരളത്തിൽ നമുക്കറിയാം, കോവിഡ് ഉണ്ടായി, ജലപ്രളയം ഉണ്ടായി, തുറന്നുണ്ടായി. അതിനപ്പുറവും നമ്മുടെ ആരോഗ്യരംഗം വളരെ പരിതാപകരമാണ്. പലതരത്തിൽ ഉള്ള പ്രതിസന്ധികൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നു. ഓർക്കണം, സാക്ഷരതയിൽ ഉയർന്ന നമ്മുടെ കേരളം, വിദ്യാസമ്പന്നരായിട്ടുള്ളവരുടെ ഒരു കേരളം, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ പ്രശ്നമാണ് എന്ന് അദ്ദേഹത്തിന് നേരിട്ട് അറിയാൻ സാധിച്ചു. അത്രേ.
അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ നിരക്ഷര കുട്ടികളായിട്ടുള്ള കോടിക്കണക്കിന് ജനങ്ങൾ അനേകം സംസ്ഥാനങ്ങളിൽ വളരെ പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന ആ സംസ്ഥാനങ്ങളിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനേക്കാൾ 10 മടങ്ങ് വലിയ പ്രശ്നങ്ങളല്ലേ? ഇങ്ങനെയിരിക്കെ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ, ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ, ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അതിനൊരു നിവാരണം വരുത്താൻ പ്രധാനമന്ത്രി ശ്രമിക്കുന്നതിന് പകരം ഭരണഘടന ആർട്ടിക്കിൾ നമ്പർ 47 ഭരണഘടന ആർട്ടിക്കിൾ 47 പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുജന ആരോഗ്യം അത് ഏറ്റവും മാതൃകാപരമാക്കാൻ യത്നിക്കണമെന്നതാണ്. അതിന് മുൻഗണന കൊടുത്തിട്ടില്ല. അതിന് മുൻഗണന കൊടുക്കാതെ 44-ാമത്തെ ആർട്ടിക്കിൾ ഒരു നിർദ്ദേശ തത്വമെന്ന് യൂണിഫോം സിവിൽ കോഡ്, നമ്മൾ അതിലേക്ക് വരും. ഞാൻ ഉദാഹരണം പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഉമ്മൻചാണ്ടിക്ക് അറിയാൻ സാധിച്ചപ്പോൾ മറ്റ് സംസ്ഥാനം അതിനേക്കാളും തീവ്രമായ ഗുരുതരമായ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നാം കാണുകയാണ്. അപ്പം അതിനെ വേണ്ട വിധത്തിൽ പരിഹരിക്കാനായിട്ട് പ്രധാനമന്ത്രി ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതാണ് ഉമ്മൻചാണ്ടിയുടെ യാത്ര വഴി നമുക്ക് കിട്ടുന്നൊരു സൂചന. അപ്പോൾ ആരോഗ്യ പ്രശ്നം മുന്നിൽ കൊടുക്കുന്നതിന് പകരം ഒരു യൂണിഫോം സിവിൽ കോഡ് 140 കോടിയോളം വരുന്ന വലിയ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ജനങ്ങളെ മുഴുവൻ ഒരൊറ്റ നിയമത്തിന് കീഴിൽ കൊണ്ടുവരാനായിട്ടുള്ള പരിശ്രമങ്ങൾ പ്രധാനമന്ത്രി നടത്തുന്നു. അത് ഒരു വശത്ത്. മറ്റൊരു പ്രത്യേകത, അതിനോടൊപ്പം തന്നെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 43. ആർട്ടിക്കിൾ 43 ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന എന്താണ്? തൊഴിലാളികളുടെ ക്ഷേമം, തൊഴിൽ ക്ഷേമം. ഇന്ന് നമ്മുടെ നാട് ഒരു എന്താ പറയുക, കാർഷിക രാജ്യമാണ്. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ കൃഷി ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. കാർഷിക സുരക്ഷ നാടിൻ്റെ രക്ഷ എന്നുള്ളൊരു സൂക്തമുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് തൊഴിൽ മേഖലകൾ, തൊഴിൽ രംഗം, തൊഴിലില്ലായ്മ, തൊഴിൽ ചെയ്ത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില, അതിൻ്റെ മാർക്കറ്റിംഗ്, വിപണനം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ രംഗത്ത് ഇന്ന് ജനാഭിമുഖ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല. ആർട്ടിക്കിൾ 43. എന്നിട്ടും 43 കടന്നു. വീണ്ടും ആർട്ടിക്കിൾ 46 നമ്മുടെ അതിലേക്ക് വരും. ആർട്ടിക്കിൾ 40 ഞാൻ ഒരു ഉദാഹരണം പറയും. 46 പറയും, എന്താണ് പറയുന്നത്? അവിടെ എഡ്യൂക്കേഷൻ, പൊതുവിദ്യാഭ്യാസം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൊതുവിദ്യാഭ്യാസവും ഇന്ന് പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടില്ല. അവിടെയും പ്രതിസന്ധികൾ നേരിടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 44-ാമത്തെ ആർട്ടിക്കിളും പറഞ്ഞ് വന്നിരിക്കുക. അതങ്ങനെ നിൽക്കുന്നു. മൂന്നാമത്തെ മറ്റൊരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരള നിയമസഭ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഐകകണ്ഠ്യേന ഒരു പ്രമേയം പാസാക്കി. യൂണിഫോം സിവിൽ കോഡ് കേരളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഒറ്റക്കെട്ടായിട്ട് കേരള നിയമസഭ സാമാജികർ തീരുമാനമെടുത്ത് പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുത്തു കഴിഞ്ഞു. ഒന്ന്, അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ. ഇനി മറ്റൊന്ന് എവിടെയാണ്? നാഗാലാൻഡിൽ എന്ന് പറഞ്ഞാൽ 60 MLA-മാരാണ് അവിടുത്തെ നിയമസഭയിലുള്ളത്. 60 MLA-മാരുള്ള നിയമസഭയിൽ നാഗാലാൻഡിൽ അവർ നിയമസഭ കൂടുമ്പോൾ ജനങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുക. MLA-മാരല്ല, ജനങ്ങൾ തീരുമാനമെടുത്തു. ഏതെങ്കിലും കാരണവശാൽ എപ്പോഴെങ്കിലും എന്നെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നാഗാലാൻഡിലെ ജനപ്രതിനിധികൾ, നിയമസഭാ സാമാജികർ 60 പേര് ഒരുമിച്ച് കൂടി നിയമസഭയിൽ ഒത്തുകൂടി ഈ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ
ആ തീരുമാനമെടുത്ത് അത് കഴിഞ്ഞ് ഈ എം എൽ എമാർ പുറത്തിറങ്ങി അവർ ഔദ്യോഗിക വസതികളിലേക്ക് ചെല്ലുമ്പോൾ ആ വസതികൾ അവിടെ ഉണ്ടാവുക തീ വെച്ച് നശിപ്പിച്ച് കളയുന്നു. എത്രമാത്രം ഗൗരവമാണ് നോക്കൂ. നാഗാലാൻഡ് വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. അവർക്ക് അവരുടേതായിട്ടുള്ള പരമ്പരാഗതമായ ആചാര അനുഷ്ഠാനങ്ങളും അവരുടേതായിട്ട് നിയമങ്ങളും അവരനുവർത്തിച്ച് വരുന്നത്. അതിനുള്ള സംരക്ഷണം ഭരണഘടന നൽകുന്നുണ്ട്. അതിന് വിരുദ്ധമായിട്ടൊരു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എം എൽ എമാരെ വസതികൾ തീ വെച്ച് നശിപ്പിക്കും. ഇപ്പോൾ അവിടെ തീവെപ്പ് അവർക്ക് പുത്തിരി അല്ലല്ലോ, മണിപ്പൂർ. ആ ഗോത്രവർഗ്ഗക്കാർ തമ്മിലടി, പൊരിഞ്ഞടി, പോരടി, തീവെപ്പും കൊള്ളയും. എന്തുമാത്രം അസ്വസ്ഥതകളാണ് ഇപ്പോൾ അവിടെ നടപാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം. എന്നാൽ ഗോവ എന്ന സംസ്ഥാനത്തിന് സ്ഥിതി മറ്റൊന്നാണ്. ഗോവയിൽ പോർച്ചുഗീസ് മാതൃകയിൽ യൂണിഫോം സിവിൽ കോഡ് അവിടെ ഓൾറെഡി നടപ്പിലാക്കി കഴിഞ്ഞു ഗോവയിൽ. പക്ഷേ അവിടെ ചില വിവേചനങ്ങളുണ്ട്. എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വിവേചനത്തിൽ പെടുന്ന ഒരു കാര്യമാണ് ഒരു ഹിന്ദു ഭർത്താവ്, ഒരു ഹിന്ദു കല്യാണം കഴിച്ച് ഒരു കുടുംബമായി ജീവിക്കുന്നു. അങ്ങനെ ഭാര്യയ്ക്ക് 25 വയസ്സായിട്ട് പോലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദു ഭർത്താവിന് വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കാം. അതുമല്ലെങ്കിൽ ഇവർക്ക് കുട്ടികളുണ്ട്, പക്ഷേ ഈ സ്ത്രീക്ക് 30 വയസ്സായി എന്ന് വിചാരിക്കുക. 30 വയസ്സായിട്ട് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഹിന്ദു ഭർത്താവിന് വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഈ സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് അവരുടെ സംസ്ഥാനത്ത് അവർക്ക് അനുവാദം വന്നിരിക്കുന്നു. അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് രാജ്യത്തിനൊട്ടാകെ വരുമ്പോൾ നിലവിലുള്ള ഹിന്ദു ഭർത്താവ് ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ സ്ത്രീകൾക്ക് വിവേചനം, ആ വിവേചനം എടുത്ത് മാറ്റൂ, അത് ഏകീകൃതമായിട്ട് വരൂ, വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. മറ്റൊരു സാഹചര്യം ഗോവയിൽ തന്നെ ഗോവയിലെ ക്രൈസ്തവർ കല്യാണം കഴിഞ്ഞ് അവർ ജീവിക്കുന്നു. പക്ഷേ ഭർത്താവ് ഭാര്യ ഒന്നിച്ച് ജീവിച്ചു, പക്ഷേ ഒരുമിച്ച് തുടരാൻ അവർക്ക് ഇഷ്ടമല്ല. അവർ വേർപിരിയാൻ തീരുമാനിച്ചു. സഭാ കോടതി അവർക്ക് അവരുടെ വിവാഹം ഒഴിവാക്കി കൊടുക്കാനായിട്ടുള്ള വിധി പ്രസ്താവിച്ചെന്ന് വിചാരിക്കുക. അവർക്ക് സിവിൽ കോടതി പ്രത്യേക വിവാഹമോചനം കിട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായോ? എന്നാൽ ഇപ്പോൾ നമ്മുടെ സഭയിലെ സ്ഥിതി എങ്ങനെയാണ്? ഒരു ക്രൈസ്തവന് കല്യാണം കഴിച്ചാൽ കല്യാണം ഒഴിവാക്കി കിട്ടണമെങ്കിൽ രൂപതാ കോടതിയിൽ നിന്ന് പ്രത്യേകം വിധി കിട്ടണം. അത് പോരാ, കുടുംബ കോടതിയിൽ നിന്ന്, സിവിൽ കോടതിയിൽ നിന്ന് വിവാഹം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡിഗ്രി കിട്ടിയത്. രണ്ടും കിട്ടിയാലാണ് ഒരു പുനർവിവാഹം പള്ളിയിൽ വെച്ച് നടത്താൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായി? ഇതാണ് ഇന്നത്തെ അവസ്ഥ. പക്ഷേ ഗോവയിൽ സ്ഥിതി മറ്റൊന്നാണ്. അപ്പോൾ എങ്ങനെ ഇതൊക്കെ പൊരുത്തപ്പെട്ടു പോകും? എങ്ങനെ ഇത് ഒന്നിച്ചാകും? ഇതാണ് വലിയൊരു പ്രതിസന്ധി. അപ്പോൾ ഇത് ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇനി നിയമം, വാട്ട് ഈസ് ലോ? അവിടെ കാണുന്നു. വാട്ട് ഈസ് ലോ? ലോ ഈസ് എ റിട്ടൺ നോം ബൈ വെർച്യൂ ഓഫ് ലെജിസ്ലേറ്റീവ് പവർ. നിയമ നിർമ്മാണ രംഗത്ത് നമുക്കറിയാം നിയമസഭയുണ്ട് നമുക്ക്, അതുപോലെ പാർലമെൻ്റ് ഉണ്ട്. നിയമസഭയിൽ പാർലമെൻറ്റിലാണ് നിയമനിർമ്മാണം നടക്കുന്നത്. അപ്പോൾ ലെജിസ്ലേറ്റീവ് പവർ, ലോ ഉണ്ടാക്കുന്ന, നിയമം ഉണ്ടാക്കുന്ന അതിനുള്ള അവകാശം ലെജിസ്ലേറ്റീവ് പവർ, അതിനുള്ള അധികാരമുള്ളവർക്കേ പറ്റുള്ളൂ. വീണ്ടും സോഴ്സസ് ഓഫ് ലോ, കോൺസ്റ്റിറ്റ്യൂട്ടീവ്, കൊഗ്നിറ്റീവ് ആൻഡ് കൾച്ചർ, 3 തരത്തിലുണ്ട്. ദാറ്റ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഫോർമേറ്റീവ് സോഴ്സസ്. ലോ, നിയമം ഉണ്ടാക്കുന്നതിന് സഹായകമായിട്ടുള്ള സാഹചര്യം. 3 നിയമം. മറ്റ് ഒരു കൊഗ്നിറ്റീവ്, നമുക്കറിയാൻ സാധിക്കുന്നു. വർത്തമാന പുസ്തകം എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? വർത്തമാന പുസ്തകം 18-ാം നൂറ്റാണ്ടിൽ ജോസഫ് കരിയാറ്റിൽ മെത്രാപ്പൊലീത്തായും മൽപ്പാൻ, അന്ന് മെത്രാപ്പൊലീത്തയിലും മൽപ്പാൻ കരിയാറ്റിലും പിന്നെ പാറയമേൽ തോമ കത്തനാരും കൂടെ നമ്മുടെ സഭയുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി റോമിലേക്കും ലിസ്ബണിലേക്കും നടത്തിയ യാത്രകളുടെ വിവരണമാണ് വർത്തമാന പുസ്തകം. മനസ്സിലായി? ആ വർത്തമാന പുസ്തകം 18-ാം നൂറ്റാണ്ടിലെ നമ്മുടെ സഭയുടെ
നമ്മുടെ സഭയുടെ അവസ്ഥയെക്കുറിച്ചുള്ള അറിവ്, ഇൻഫർമേഷൻ നൽകുന്ന ഒരു ഗ്രന്ഥമാണ്. ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ കോഗ്നിറ്റീവ് സോഴ്സ്. കോഗ്നീഷൻ, നമുക്ക് അറിവ് നൽകുന്ന, ഇൻഫർമേഷൻ നൽകുന്ന ഒരു സോഴ്സാണ്. മൂന്നാമത് കൾച്ചറൽ സോഴ്സ്. കൾച്ചറൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൾച്ചർ, സംസ്കാരം. കൾച്ചറൽ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സോഴ്സസ് ഓഫ് ലോസ് ഒറിജിനേറ്റഡ് ഇൻ എ കൾച്ചറൽ മീൽ ഒരു ആംപ്ലിമെൻറ്റ്, ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന നിയമങ്ങൾ. സേ ഫോർ എക്സാമ്പിൾ ദ ലോ ഓഫ് തോമസ്, മാർത്തോമ മാർഗം കേട്ടിട്ടുണ്ടോ? തോമായുടെ മാർഗം. തോമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ നമ്മുടെ പിതാവും നമ്മുടെ സഭയുടെ സ്ഥാപകനുമായിരിക്കുന്ന തോമാ ശ്ലീഹായിലൂടെ കൈമാറി കിട്ടിയ വിശ്വാസ പാരമ്പര്യങ്ങൾ തലമുറയായി കൈമാറി, അങ്ങനെ അതോടൊപ്പം തന്നെ ആചാരാനുഷ്ഠാനങ്ങളും കാര്യങ്ങളെല്ലാം ഉൾച്ചേർന്ന ആ സ്റ്റൈൽ ഓഫ് ലിവിങ്, ദ മാനർ ഓഫ് ലിവിങ് ദ ഫെയ്ത്ത്, അതാണ് ദ ലോ ഓഫ് തോമസ്. അപ്പോൾ അത് നമ്മുടെ ഒരു കൾച്ചർ, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നിയമത്തെക്കുറിച്ച് രണ്ടാമത്തെ പാരഗ്രാഫിൽ സെയിൻറ്റ് തോമസ് അക്വിനാസ് defined law as a ordering by reason for a common good, promulgated by one having charge of a community. ഉണ്ടോ? ഓർഡർ ബൈ റീസൺ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ കസേര നിരത്തിയിട്ടിരിക്കുന്നു, ഇവിടെ കസേര, ഒരു ക്രമവും ചിട്ടയുണ്ട്. അപ്പോൾ അതിന് ഓർഡർ ബൈ റീസൺ, ഓർഡറിങ്, an order created by reason, ബോധപൂർവം വിവേകത്തോടു കൂടി ഒരു ക്രമം നമുക്കുണ്ട്. ഇപ്പം നമ്മുടെ കെട്ടിടം തന്നെ ജനലുകളുണ്ട്, ചുമരുകളുണ്ട്, റൂഫിംഗ് ഉണ്ട്, പിന്നെ സീലിംഗ് ഉണ്ട്. സുരക്ഷിതമാണ്. നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തിനും സംരക്ഷണം നൽകുന്നു. യൂസി പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ വാല്യൂസ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താ പറയുക, എന്തിനു ഒരു കോമൺ ഗുഡ്, ഒരു നന്മ, ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിയമം ഉണ്ടാക്കുന്നത്. പൊതു നന്മ ഓർക്കണം. യൂണിഫോം സിവിൽ കോഡ് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ? എലക്ഷൻ സ്റ്റണ്ടാണോ? പ്രധാനമന്ത്രി മധ്യപ്രദേശിൽ ഭോപ്പാലിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചോദിച്ചു, ഒരു വീട്ടിലെങ്ങനെ 2 നിയമം നടപ്പിലാകും? ഒരു വീട്ടിലൊരു നിയമമില്ല പറ്റും. അതല്ലേ ശീർഷാസനത്തിൽ നിൽക്കുന്ന മകനോട്, നീ ഇങ്ങനെ തലകുത്തി നിൽക്കാതെ മുട്ടുകുത്തി നിൽക്ക്, അവനൊരു നിയമവും മറ്റു കുടുംബങ്ങൾക്ക് വേറെ നിയമം പറ്റുമോ? ആ പ്രധാനമന്ത്രി പറഞ്ഞു, നമുക്കൊരു നിയമം മതി, 140 കോടി ജനങ്ങൾക്ക് 1 കോടി നിയമം വഴി. അദ്ദേഹം മറച്ചു വെച്ച് ബോധപൂർവം ഇവിടെയുള്ള പിന്നെ മതവിഭാഗങ്ങൾ, ഗോത്ര ആദിവാസി വിഭാഗങ്ങൾ, വിവിധ മറ്റ് പ്രത്യേകമായിട്ടുള്ള ഗണങ്ങൾ, അവരൊക്കെ അനുഷ്ഠിച്ചു വരുന്ന അവരുടേതായിട്ടുള്ള നിയമങ്ങളും പതിവുകളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം വ്യത്യസ്തങ്ങളാണ്. ഡൈവേഴ്സിറ്റി, പിന്നെ വൈജാത്യങ്ങൾ, വ്യത്യസ്തതകൾ, ബഹുസ്വരത, ഡൈവേഴ്സിറ്റി. അപ്പോൾ ഒത്തിരി നിയമങ്ങളുണ്ട്. അതെല്ലാം ഇങ്ങനെ ഏകീകരിക്കാൻ പറ്റും? അത് എളുപ്പമല്ല. അപ്പോൾ നമുക്ക് കോമൺ ഗുഡ്, ഒരു കമ്മ്യൂണിറ്റിയുടെ കോമൺ ഗുഡിന് നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ആ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആരാ? വൺ ഹൂ ഹാസ് ദ കെയർ ഓർ ദ ചാർജ് ഓഫ് എ കമ്മ്യൂണിറ്റി. ഉത്തരവാദപ്പെട്ട ഒരാളായിരിക്കണം. ഇപ്പോൾ നമ്മുടെ രൂപതയിലെ മെത്രാൻ പാലക്കാട് രൂപതയിലെ വിശ്വാസികൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അത് പർട്ടിക്കുലർ ലോ, മോർ പർട്ടിക്കുലർ ലോ ഫോർ ദ എപ്പാർക്കി, ഫോർ ദ ഡയസിസ് ഓഫ് പാലക്കാട്, അവർ ചങ്ങനാശ്ശേരി, ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ, താമരശ്ശേരി, തലശ്ശേരി, അതായത് രൂപതാധ്യക്ഷന്മാർ അതായത് രൂപതകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ അവരുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട്. ഇനി അതുമല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് നിയമം, ഒരു പർട്ടിക്കുലർ ലോ, സീറോ മലബാർ സഭയിലുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ഡിസിപ്ലിനറി നോംസ്. ലിറ്റർജിയുടെ കാര്യം പറഞ്ഞു. മേജർ ആർച്ച് ബിഷപ്പ് സിനഡ് ആലോചിച്ച് പിന്നെ ആരാധനക്രമ നിയമങ്ങൾ പാസ്സാക്കിയതിൻ്റെ വേദനയും അതിൻ്റെ നീറ്റലും അവസാനിച്ചിട്ടില്ല. അതങ്ങനെ നിൽക്കുന്നു. അപ്പോൾ വൺ ഹൂ ഹാസ് എ കെയർ ഓഫ് ചാർജ് ഓഫ് എ കമ്മ്യൂണിറ്റി, ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആളാണ് നിയമങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നിയമത്തെക്കുറിച്ചൊരു പൊതുവായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ സെൻറ്റ് തോമസ് അക്വിനാസ് അദ്ദേഹം നൽകിയ ഒരു നിർവചനമാണ് ഈ പറഞ്ഞത്. ഇനി അതിൻ്റെ ചുവടെ ഒരു കാനൻ CCO
CIC, അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ആദ്യത്തെ ക്ലാസ് CIC എന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് കാനൻസ് ഓഫ് ദ ഈസ്റ്റേൺ ചർച്ച്, പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയിട്ടുള്ള കാനൻ സംഹിത. CIC എന്ന് പറഞ്ഞാൽ ലത്തീൻ സഭയ്ക്ക്, പാശ്ചാത്യ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള കാനൻ നിയമ സംഹിത. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് നിയമവ്യവസ്ഥകളെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞായിരുന്നോ? ശ്വാസകോശങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു. 2 ശ്വാസകോശങ്ങൾ, 2 അറകൾ ഹൃദയത്തിന്, അതുപോലെ 2 നിയമസംഹിതകൾ. സഭയാകുന്ന ഒരൊറ്റ ശരീരത്തിന് ജീവൻ നിലനിർത്താൻ, സഭയാകുന്ന ശരീരം ജീവൻ നിലനിർത്താൻ 2 ശ്വാസകോശങ്ങളിലൂടെ നാം പ്രാണവായു സ്വീകരിക്കുന്നു. അതുപോലെ യേശുവിലുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയത്തിൽ 2 അറകൾ, 2 ventricles of 1 heart. അപ്പോൾ അതുപോലെയാണ് 2 നിയമസംഹിത. 2 നിയമസംഹിതകളും പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് ഓർത്ത് നോക്കിയേ. ദ പേഴ്സൺ ഹു ഇഷ്യൂസ് ദ ഡിക്രി is to keep in mind and aim at what seems to lead best to the salvation of souls, public good, observing the laws, legitimate customs, justice and equity. അപ്പോൾ ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല. നേരത്തെ പ്രമാണം ഹു ഹാസ് കെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി, ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ നിയമം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡിക്രി പുറപ്പെടുവിക്കുന്നു, ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. പക്ഷേ ആ ഉത്തരവ്, ആ കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് മുൻപ് ആ അധികാരിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചില മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഒന്ന്, ഇത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് എന്തുമാത്രം പ്രയോജനം ചെയ്യും. അതാണ് സാൽവേഷൻ ഓഫ് സോൾസ്. നിയമത്തിൽ പറയുന്നതാണ് കേട്ടോ. 1519 ആത്മാക്കളുടെ രക്ഷ എന്ന് പറയുന്ന വ്യക്തികളുടെ നന്മ, ദ വെൽബീയിങ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്. മറ്റൊന്ന് എന്താ പറയുന്നത്? പബ്ലിക് ഗുഡ് അല്ലെങ്കിൽ കോമൺ ഗുഡ്, പൊതു നന്മയ്ക്ക് ഉപകാരപ്പെടൂ. ഒന്ന് സാൽവേഷൻ ഓഫ് സോൾസ്, ആത്മാക്കളുടെ രക്ഷ അല്ലെങ്കിൽ വ്യക്തികളുടെ നന്മ. 2 കോമൺ ഗുഡ്, പൊതു നന്മ. ഇനി ഇത് എങ്ങനെ നിലവിൽ വരുത്തും? ആത്മാക്കളുടെ രക്ഷയും പൊതു നന്മയും നിലവിലുണ്ടാകണമെങ്കിൽ ഒബ്സർവിങ് 3-4 കാര്യങ്ങൾ. ലോസ് ആൻഡ് ലെജിറ്റിമേറ്റ് കസ്റ്റംസ്. അപ്പോൾ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. അതുപോലെ നിയമാനുസൃതമായിട്ടുള്ള ആചാരങ്ങൾ, കസ്റ്റംസ്, അത് പാലിക്കണം. ജസ്റ്റിസ്, അത് പാലിക്കണം. പിന്നെ എക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പ്രത്യേക ടേമാണത്. ഒരു തുല്യത എന്നല്ല, അത് ഈക്വൽ, അത് ഈക്വാലിറ്റി. ഇത് എക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതിക പദമാണ്. അത് നിയമത്തിൽ പറയുന്നൊരു വാക്കാണ്. എക്വിറ്റി മീൻസ് ജസ്റ്റിസ് tempered by sweetness of mercy or compassion. ജസ്റ്റിസ് നമുക്കൊരു നീതി. അപ്പോൾ നീതി എന്ന് പറഞ്ഞാൽ കർക്കശമായി നീതി നടപ്പിലാക്കുക. ടെമ്പറേച്ചർ, കൊല്ലൻ്റെ ആലയിൽ ചുട്ടുപഴുത്ത ഇരുമ്പിനെ കൂടം കൊണ്ട് തട്ടി അടിച്ചങ്ങ് പരത്തി പരുവമാക്കി ഒരു ഷേപ്പാക്കിയെടുക്കില്ലേ? പീക്കന് പോലെ ജ്വലിച്ച് നിൽക്കുന്ന ഇരുമ്പ് കഷ്ണത്തെ മനസ്സിലുള്ള രൂപത്തിലേക്ക് കൊല്ലൻ അല്ലെങ്കിൽ കരുവാൻ അതങ്ങ് അടിച്ച് പരത്തിയെടുക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ജസ്റ്റിസിൻ്റെ കാർക്കശം മാറ്റി ടെമ്പർ ചെയ്ത് സ്വീറ്റ്നെസ് ഓഫ് മേഴ്സി, ആർദ്രതയുടെയും ദയയുടെയും കരുണയുടെയും അനുകമ്പയുടെയും മാധുര്യം അലിയിച്ച് ചേർക്കണം. അതാണ് എക്വിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു അധികാരി അല്ലെങ്കിൽ ഭരണാധികാരി ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു കൽപ്പന ഇറക്കുന്നതിന് മുൻപ് നിയമത്തിൽ പറയുന്നതാണ് വ്യക്തികളുടെ നന്മ, ദ വെൽബീയിങ്, സുസ്ഥിതി, സാൽവേഷൻ സോൾസ്, കോമൺ ഗുഡ്. അത് പരിഗണിക്കണം. എങ്ങനെ? ഒബ്സർവിങ്, കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട്. എന്തൊക്കെ പാലിക്കണം? നിയമങ്ങൾ പാലിക്കണം, ആചാരാനുഷ്ഠാനങ്ങൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളത്, നിയമാനുസൃതമായിട്ടുള്ള ആചാരങ്ങൾ പാലിക്കണം. നീതി,
പ്രത്യേകം പരിഗണിക്കണം. മാത്രമല്ല എക്വിറ്റി, ദ കമ്പാഷൻ, ദ സ്വീറ്റ്നെസ് ഓഫ് കമ്പാഷൻ അതുകൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഒരു രീതിയിൽ ആയിരിക്കണം എന്നാണ് നമ്മുടെ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിയമം എന്ന് പറയുമ്പോൾ ആത്യന്തികമായിട്ട് ചില മൂല്യങ്ങൾ സംരക്ഷിക്കാനാണ്. മനുഷ്യനെ അടിച്ചിരുത്താനും ഒതുക്കിയെടുക്കാനും തള്ളിക്കളയാനും ആധിപത്യം സ്ഥാപിക്കാനുള്ളതല്ല. സ്നേഹപൂർവ്വം കരുണാമസൃണമായ ഹൃദയത്തോടുകൂടെ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടുകൂടെ ഒരു ഏകയോഗമായി, ഒരു കൂട്ടമായി, ഒരു കൂട്ടായ്മയായി, ഉത്തരവാദിത്വമുള്ള ഒരു ജനപദമായി, ഒരു സമൂഹമായിട്ട് നിലനിർത്തി വളർത്താൻ സഹായിക്കുന്നതാണ് നിയമം, ദ ലോ. അതാണ് പൊതുവായിട്ട് നിയമത്തെക്കുറിച്ച് പറയുക. സെൻറ് തോമസ് അക്വിനാസും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ എങ്ങനെ മൗലികയാക്കും? ദാറ്റ്സ് ഓക്കെ. അങ്ങനെ ഇനി കാനൻ ലോ വേണ്ട ആക്കണമെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഓക്കെ. കാനൻ ലോ, അപ്പോൾ ലോ നമുക്ക് ഏകദേശം ഒരു രൂപ, ഏകദേശം ഒരു ഐഡിയ. കാനൻ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? കാനൻ ലോ, കാനൻ ലോ, ആ വാക്ക് വരുന്നത് കാനോൺ, അത് ഗ്രീക്ക് പദമാണ്. നമുക്ക് മലയാളം പോലെ അല്ലെങ്കിൽ രാഷ്ട്രഭാഷ ഹിന്ദി പോലെ ഗ്രീക്ക് ഭാഷയുണ്ട്. അതിൽ KANON, കാനോൺ. അതിൻ്റെ അർത്ഥം റീഡ്. ഇന്നലെ അതിന് ഉത്തരം പറഞ്ഞല്ലോ, ഈറ്റ. റീഡ്, റോഡ്, റൂൾ ഓർ മെഷർ, നമ്മൾ ഇന്നലെ കണ്ടതാണത്. ഇനി കാനോൻ സംസ്കൃതത്തിൽ ധർമ്മ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ കാനനിലോ എന്ന വാക്ക് വരുന്നത് 4-ാം നൂറ്റാണ്ടിൽ AD 320 നിക്കാസോറദോസിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, കാനനിൽ പറഞ്ഞിരിക്കുന്ന വാക്കുണ്ട് കൺസേണിങ്, കാനം 13, കൺസേണിങ് ദ ഡിപ്പാർട്ടിങ്. എന്താണ് ഡിപ്പാർട്ടിങ് എന്ന് പറയുന്നത്? വൺ ഹു ഡിപ്പാർട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന, അതായത് മരിക്കുന്ന, നമ്മളിൽ നിന്ന് മരണം മൂലം അതാണ് കൺസേണിങ് ദ ഡിപ്പാർട്ടിങ്. ദ ഏൻഷ്യൻ്റ് കാനൻ ലോ is to be maintained primarily that those who are departing are not to be deprived of the last most necessary viaticum. Viaticum എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആർക്കെങ്കിലും അറിയാമോ? സുവിശേഷം വിയാറ്റിക്കും, ബയാറ്റിറ്റ്യൂഡ്സ് അല്ല. അവിടെ ബോർഡിൽ കണ്ടു വിയാറ്റിക്കും. തെളിച്ചും കുറവുണ്ടാ? ക്ലിയർ അല്ല അല്ലേ? അതെന്താ പറ്റിയേ? എന്തോ മംഗൽ വന്നല്ലോ. വിയാറ്റിക്കും, VIATICUM, വിയാറ്റിക്കും എന്ന് പറഞ്ഞാൽ തൃപ്പാദേയം, യാത്രയ്ക്കിടയിലുള്ള ഭക്ഷണം, ദിവ്യകാരുണ്യം, രോഗീലേപനവും കുർബാന സ്വീകരണവും പറയല്ലോ. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് നൽകുന്ന ഭക്ഷണം, അതാണ് വിയാറ്റിക്കും. തൃപ്പാദേയം, തൃപ്പാദേയം. എന്താ പ്രശ്നം പറ്റി? എന്താ പറ്റി? ശരി, തുടക്കത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നോ? ഇടയ്ക്ക് വെച്ചല്ല അത് കൃത്യം